ഡെയിലി എന്തെങ്കിലുമൊക്കെ ക്രോഷ്യ ഐറ്റംസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. റാൻഡായിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന വീഡിയോസ് കണ്ട് അതിൻ്റെ ട്യൂട്ടോറിയൽസ് തപ്പിപ്പിടിച്ച് ഉണ്ടാക്കലാണ് എൻ്റെ മെയിൻ പണി. അതിലെനിക്ക് അധികവും ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെ സ്റ്റഫ് ചെയ്തുണ്ടാക്കുന്ന അമിഗുറുമി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. സ്റ്റഫിങ്ങിനായിട്ട് ഇഷ്ടം പോലെ ഫൈബർ മോൾഡൊക്കെ കുറേ പഴയ ടോയ്സിലൊക്കെ ഇരിപ്പുണ്ട്. കുറേ ഉപയോഗിക്കാത്തതും പൊട്ടിപ്പോയതൊക്കെ ആയിട്ടുള്ള സോഫ്റ്റ് ടോയ്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ സ്റ്റഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഒരു 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 റിഗ്രറ്റ് ആയിരിക്കും, ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഇന്നൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളത്. ഈ ഒരു സാധനം കുറച്ച് നാളായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ റാൻഡംലി കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഒരു നോട്ടി ടൊമാറ്റോ ആണ്. ആദ്യം ഉണ്ടാക്കിയ റെഡ് അതിൻ്റെ ബോഡി ആയിട്ട് മെയിനായിട്ട് വരുന്ന പാർട്ട്. പിന്നെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വരുന്ന എന്താ പറയുക, നമ്മൾ ഞെട്ടിന്നോ ആ സാധനം വരില്ലേ മുകളിൽ, നമ്മൾ പച്ചക്കറികളുടെയൊക്കെ മുകളിൽ ഉണ്ടാകുന്ന സാധനം അതാണ്. അതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് സ്റ്റെമ്മ് പോലെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും. അത് പിന്നെ ഒന്ന് സ്യൂ ചെയ്ത് തുന്നി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഗ്ലൂ തേച്ചിട്ട് ആ എഡ്ജസൊക്കെ ഒന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണും ഒരു വായും ഒക്കെ വരച്ചു കൊടുത്തു. പിന്നെ ഈ സാധനം ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് ഇത്തിരി പണി പെട്ടു കേട്ടോ. അതിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി ഉള്ളിൽ സ്റ്റഫിങ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അതിനുള്ളിൽ നിന്ന് വലിച്ചെടുത്തത്. പിന്നെ താഴെ കാല് ചുമ്മാ ഒരു മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. സംഭവം അടിപൊളിയായിട്ട്. എൻ്റെ കൈയും കാലും വലിച്ചാൽ നീളും ഡബ്ബറാ. ഇത് പൊതുവേ കീ ചെയിനായിട്ടാണ് യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. ഞാനാണെങ്കിൽ കീ ചെയിൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കീ ചെയിനാണ്. അപ്പം ഞാൻ കുറച്ച് കീ ചെയിൻ മേക്കിംഗ് വീഡിയോസ് ട്യൂട്ടോറിയൽസൊക്കെ ആയിട്ട് ചെയ്താലോ എന്ന് പ്ലാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ചെയ്തിട്ട് ഗിവ് അവേ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊന്നും മറക്കണ്ട കേട്ടോ.